ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചോറും അരിപ്പൊടിയും വെച്ചിട്ടാണ്. ഇനി അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ അരമുറി തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത് മിക്സിയിലിട്ട് ഒന്ന് നല്ലോണം കറക്കിക്കൊണ്ട് അരക്കുകയല്ല, വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കുക. അങ്ങനെ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ജാറിലേക്ക് തന്നെ 1 കപ്പ് ചോറാണ് ഇടുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് 2 സ്പൂണ് വെള്ളം. ഇത് കൂട്ടി മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. ചോറ് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങേൻ്റെ കൂട്ട് ചേർക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. അതിലേക്ക് അരിപ്പൊടി കുറേശ്ശെ ചേർക്കാം. അങ്ങനെ നമ്മൾ മാവൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ 1 സ്പൂണ് ഓയിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം അതും കൂടി ചേർത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് കുഴച്ചെടുത്തു. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഇതിനെ മാറ്റിയെടുക്കണം. അങ്ങനെ മാവൊക്കെ ഉരുളകളാക്കി ഇനി ഇത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. നമ്മൾ പത്തലൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇത് ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. നമുക്കിത് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചെറിയ തീയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ പൊരിച്ചെടുക്കാം. നമ്മൾ പത്തൽ ഇതെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയോ ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മളെ പത്തൽ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും അധികം കുടിക്കാത്തൊരു പലഹാരമാണ്. എണ്ണ കണ്ടില്ല ഞാൻ ഒഴിച്ചത് പകുതി 3/4 ഭാഗവും അതിൽ തന്നെ ഉണ്ട്. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചത്. പത്തലൊക്കെ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.